ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഈ റൂമിലായിരുന്നു, ഇവിടുത്തെ മുകളിലെ റൂമിലാണ് താമസിച്ചത്. ബാച്ചിലേഴ്സ് റൂമാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂമിലെ അവരുടെ പ്രൈവസി ഉദ്ദേശിച്ചാണ് റൂമും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കാനിരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ലാൽബാഗ് റൂട്ടാണ്, ലാൽബാഗ് റൂട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്ന വഴികളിലെല്ലാം കയറി ഇറങ്ങും. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല. രാവിലെ അർജുൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. 20 കിലോമീറ്റർ പോകാൻ 1.5 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ 20 കിലോമീറ്റർ പോകാൻ വേണ്ടി 1.5 മണിക്കൂറാണ്. ലാൽബാഗ് റൂട്ടാണ് ഞങ്ങൾ മാപ്പിലിട്ടത്. അപ്പം 20 കിലോമീറ്ററിന് 18 കിലോമീറ്റർ 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ബാംഗ്ലൂരിലെ വിശേഷങ്ങളിലോട്ട്, ബാംഗ്ലൂരിലെ തെരുവുകളിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നല്ല രാത്രിയിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ നമ്മൾ കേരളം സ്ട്രീറ്റിലൂടെ നടക്കുന്നതും അവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇനി പകൽ എങ്ങനെയാണ് ബാംഗ്ലൂർ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതാണ് KR പുരം. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇതുവഴി നടന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. KR പുരത്തെ പകലുള്ള കാഴ്ചകളാണ്. KR പുരത്തെക്കുറിച്ച്, രാത്രിയിലുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഇത് പകലുള്ള KR പുരം. നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ്. രാവിലെ നല്ല ബ്ലോക്കാണ് എല്ലായിടത്തും. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ തന്നെ എല്ലായിടം നല്ല ബ്ലോക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 18 കിലോമീറ്ററൊക്കെ പോകാൻ വേണ്ടി 20 1.5 മണിക്കൂറും ഒക്കെ എടുക്കുന്നത്. കാരണം രാവിലെ എല്ലാവരും ജോലിക്കാരൊക്കെ ഓഫീസിലോട്ട് മറ്റ് അവരുടെ തൊഴിൽ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് റോഡുകളെല്ലാം. രാവിലെ തന്നെ നോക്കിയാൽ നല്ല ബ്ലോക്കാണ്, റോഡ് ഫുള്ള് ബ്ലോക്കാണ്. വണ്ടികളെല്ലാം ഞെരുങ്ങിയാണ് വണ്ടികളൊക്കെ പോകുന്നത്. ബൈക്കും കാറുകളും കൊണ്ടൊക്കെ റോഡ് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഓഫീസിൽ പോകുന്ന ടൈമാണ്. 10 മണി 11 മണി വരെ ടൈം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ തിരക്കാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നമ്മളോട് പിള്ളേർ പറഞ്ഞാണ് ഈ സമയം നല്ല തിരക്കായിരിക്കും റോഡുകളിൽ. ഒരു 11 മണി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. പക്ഷേ നമ്മൾ ഈ തിരക്കുകൂടി കാണണം, ഇവിടുത്തെ ടൗണിലെ ട്രാഫിക് ബ്ലോക്കുകൂടി കണ്ടറിഞ്ഞ് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ഇത് KR പുരമാണ് സ്ഥലം. KR പുരത്തെ കാഴ്ചകളാണ്. ബാംഗ്ലൂർ മെയിൻ സെൻട്രലോട്ടൊക്കെ ഇതിനെക്കാട്ടിലും ബ്ലോക്കായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് പോകുന്ന കാറ് ഓപ്പോസിറ്റ് വന്ന ചെറിയ ഓട്ടോറിക്ഷ തട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മിററെ തട്ടി, മിറർ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ കാറുകാരനെ ഓട്ടോറിക്ഷക്കാരനെ നിർത്താൻ തയ്യാറായിട്ടില്ല. പൊട്ടിയതൊന്നും വലിയ കാര്യമല്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ബിസികൾ വേറെ കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി അപ്പോഴോട് ചവിട്ടി കയറി 2 തെരങ്കിലും വിളിച്ചാൽ. പക്ഷേ ഇവിടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് പുള്ളിക്കാരനും തിരക്കാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരന് ഒരു മിററിനെക്കാട്ടിലും വലിയ അത്യാവശ്യം കാണാം. അതായിരിക്കും. അതുകൊണ്ട് ആ കാറിൻ്റെ മിറർ നോക്കിയാൽ കാണുമെന്നറിയില്ല. നിങ്ങൾക്ക് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്. ഒരു അമ്പലമാണ്, പുതുതായിട്ട് പണിഞ്ഞാന്ന് തോന്നുന്നു. പുതിയ കൺസ്ട്രക്ഷനാന്ന് തോന്നുന്നു. വൃത്തിയില്ലായ്മ ഒരു അലങ്കാരമാക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇന്ത്യയിലുള്ളിടത്തൊക്കെ. കേരളത്തെക്കാട്ടിലും വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്നാണ്. പക്ഷേ ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ്. പക്ഷേ ആ മാർക്കറ്റ് ഏരിയ എപ്പോഴും വൃത്തികളായിട്ട് കിടക്കണമെന്ന് പറയും ചിലരും. പക്ഷേ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വൃത്തിയായിട്ട് കിടക്കത്തില്ല. പക്ഷേ വളരെ വൃത്തിയില്ലാത്ത ഒരു മാർക്കറ്റ് എന്ന് പറയാം. KR പുരം മാർക്കറ്റ് എന്ന് പറയാം. വളരെ വൃത്തിയില്ല. അതിനിടയ്ക്ക് പശുവും ആടും പോത്തും ഒക്കെ കിടപ്പുണ്ട്. ഈ ഒരു വൃത്തിയില്ലായ്മയിൽ നിന്നാണ് ഇവിടുത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുണ്ടായത്. വന്നു ഇത് KR പുരം മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ ഒരവസ്ഥയാണ്. ഉള്ളിലോട്ട് നമ്മൾ കയറുന്നില്ല. കയറണോ? ഭയങ്കര തിരക്കാണ്. പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ട്രാഫിക് ബ്ലോക്ക്, നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഒന്നുമല്ല. ഇലക്ട്രോണിക് സിറ്റിയിലോട്ടാ പോണേ. ഇവിടെയും റോഡിനെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. ബ്രിഡ്ജാണ്.
മജസ്റ്റിക്കിലോട്ട് പോകുന്ന റൂട്ടാണ്. മജസ്റ്റിക് മേളിൽ ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി. റീസെൻ്റ്ലി ടാർ ചെയ്ത റോഡാണെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം നല്ല റോഡൊക്കെയാണ്. ലൈൻസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ബൈക്കുകളുടെ ഒരു തരംഗം തന്നെയാണ്. ബൈക്കുകളുടെ എന്തോ തിരക്കാണെന്നറിയാം. വണ്ടികളൊക്കെ കുത്തിക്കയറ്റിയാണ് വന്നത്. ഓട്ടോറിക്ഷ, ബൈക്ക് കുത്തിക്കയറ്റിക്കൊണ്ടാണ് പോയി വന്നത്. സാഹസികമായ ഡ്രൈവിങ്ങിലൂടെയാണ് ഓരോരുത്തരുടെ യാത്ര ചെയ്യുന്നത്. എല്ലാവരും അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്താൻ വേണ്ടി ധൃതി പിടിച്ച് പോകുന്നതാണ്. സാഹസികമായ ഒരു യാത്ര എന്ന് പറയാം. നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. മരങ്ങളൊക്കെ പൂത്ത്, അതും നല്ല പിങ്ക് കളറിലുള്ള പൂ. എന്ത് മരമാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. നമ്മളെന്തായാലും ആ ഭാഗത്തോട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. റോഡിൻ്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ പൂത്തിരിക്കുന്നത് കണ്ടിട്ട് ഒന്ന് തിരിച്ചു തരാം. നമ്മുടെ മുമ്പേ മെയിൻ റോഡിൽ വെച്ച് കണ്ടെന്ന പൂവൊക്കെ പൂത്തിരിക്കുന്ന ആ റോഡിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ വീണ്ടും ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കസ്തൂരി നഗരോ കസ്തൂർബായിരിക്കും. അപ്പം നമ്മൾ ടണലിൽ കൂടെ കയറിയിരിക്കുകയാണ്. റെയിൽപാളം പോകുമ്പോൾ ഒരു ടണലിൽ കൂടെ കയറി ഇറങ്ങി പൂ പൂത്തിരിക്കുന്ന മരം കാണാൻ വേണ്ടി പോവാം. പക്ഷേ കറങ്ങി വേറെ ഏതൊക്കെയോ വഴിക്കൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ആ മരം കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ ഗ്രാമത്തിൽ ബാംഗ്ലൂരിലെ ചെടി പ്രദേശമുണ്ട്. ഇതൊരു കിടു ബിൽഡിങ്ങാണ്. നല്ല ഒരു വർക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു കൊട്ടാരം പോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ പേരെന്താ? ഗോപാലൻ സിഗ്നേച്ചർ മാൾ. ആ മാളുകളുണ്ട്. ഗോപാലൻ സിഗ്നേച്ചർ മാള്, മെക്ഡൊണാൾഡ്സ്, KFC, ഇതിലെ എല്ലാമുള്ള നല്ല ബിൽഡിങ്ങാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അവർ ഓപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ബിൽഡിങ്ങിന് മൊത്തത്തിലുള്ള ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു സ്ട്രീറ്റാണ്, കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റാണ്. അത് ഇതിനെ ഭംഗി കൂട്ടിയേക്കുന്ന എനിക്കൊന്ന് ഈ ഒരു ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബ്ലോക്കിൻ്റെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസ് കുറേ നേരമായി കിടക്കുന്നു. ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ സാധിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ബ്ലോക്കാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാം. കാരണം ആംബുലൻസിനെ കടത്തി വിടാൻ എനിക്കൊന്നും മറ്റാരും നോക്കുന്നില്ല എന്നും പറയാം. സിഗ്നലിൽ പെട്ട് കിടക്കുകയാണ് ആംബുലൻസ്. നിങ്ങൾക്ക് സൗണ്ട് വെക്കാം. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ബ്ലോക്ക് കാരണം. നിങ്ങൾക്ക് സൗണ്ട് വെക്കാൻ സാധിക്കുമായിരിക്കും. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. താഴെ തന്നെ ബസ് സ്റ്റോപ്പും ആൾക്ക് വന്നു പോകാൻ ഭയങ്കര സൗകര്യത്തിലാണ് അത് പണിഞ്ഞിരിക്കുന്നതാണ്. ബാംഗ്ലൂരിൻ്റെ ഒരു മനോഹരമായ ഏരിയ എന്നൊക്കെ പറയാം. നല്ല ഫുട്പാത്തുകളും നല്ല സ്കൂളുകളൊക്കെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. റോഡായാലും ഫുട്പാത്തായാലും എല്ലാം നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇന്ദിരാനഗറിലോട്ട് പോകുന്ന വഴിയാണ്. ട്രാഫിക്കൊന്നും കുറവില്ല, പക്ഷെ നല്ല ഏരിയയാണ്. ഫുട്പാത്തുകളായാലും റോഡായാലും എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ സംരക്ഷിച്ചിരിക്കുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയയാണ്. ഇവിടുത്തെ ഒരു അമ്പലമാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ പള്ളി പോണക്കൊക്കെ വലിയൊരു ഹോളാണ്. അവിടെ പ്രതിഷ്ഠ ശിവൻ്റെ ആണ് തോന്നുന്നു. ഇതായിരുന്നു
രണ്ട് സൈഡിലും പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു റോഡായിരുന്നു നേരത്തെ. ഇപ്പം മഴ കാലാവസ്ഥ കാരണം പൂക്കളൊന്നും ആയില്ല, എല്ലാം തളിർത്തിട്ട് നിൽക്കുന്നേ ഉള്ളൂ മരങ്ങളൊക്കെ. നമ്മൾ ഈ രണ്ട് സൈഡിലായിട്ട് മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണാൻ വേണ്ടി വന്നത് ഈ റോഡിലോട്ട്. പക്ഷേ പൂക്കളില്ലാത്ത മരങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എല്ലാം തളിർത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഇന്ദിരാനഗറിലെ ആ മരങ്ങൾ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. മരങ്ങളൊക്കെ തളർത്ത് വരുന്നതേ ഉള്ളൂ, പൂക്കൾ പോയിട്ട് ഇല പോലും മരത്തിലില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ഏരിയയിലോട്ട് പോകാം. ഇന്ദിരാനഗറിൽ നിന്ന് അകത്തോട്ടുള്ള റോഡാണ് ഇന്ദിരാനഗർ പാർക്കിലോട്ട് പോകുന്നത്. ഇവിടെ പിന്നെ എല്ലാ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ്. ഇതാണ് ഇന്ദിരാനഗർ പാർക്കാണ്. അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല, വലിയ പകുത്താർന്ന പാർക്കൊന്നുമല്ല, ചെറിയൊരു പാർക്കാണ്. ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് വരുന്ന ചെറിയൊരു പാർക്കാണ്. ആൾക്ക് വന്ന് റിലാക്സ് ചെയ്ത് വന്നിരിക്കാൻ പറ്റിയൊരിടം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് കാഴ്ചകളൊന്നും ഇവിടില്ല. വലിയ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ആളുകൾക്ക് വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരിടം, അല്ലാതെ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല പാർക്കിൽ. ഇന്ദിര പാർക്കിൽ റെസിഡൻഷ്യൽ ഏരിയയാണ്, റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്ന് തന്നെയാണ് പാർക്ക്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വന്ന് വെളിയിൽ വന്നിരിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ കൂടിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ആയിട്ടൊന്നും ഇവിടില്ല. ബാംഗ്ലൂരിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, എല്ലായിടത്തും മരങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല തണലാണ് റോഡിലൊക്കെ. അപ്പുറത്തും കട്ടി, അടുത്ത റോഡ് കട്ടി. നമ്മൾ ട്രാഫിക്കൊന്നും ഇല്ലാതെ മെയിൻ റോഡ് കട്ട് ചെയ്ത് ഉള്ളിലുള്ള റോഡുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ ഭയങ്കര ട്രാഫിക്. നമ്മളപ്പം പാരലായിട്ട് പോകുന്ന ഗള്ളി, ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ ഉള്ള റോഡുകൾ പിടിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാരലിലൂടെ കേട്ടോ. അവിടെ ഒരു റോഡ് വേണം. ഇത് വേണോ? നമ്മളെന്നാലും വണ്ടിക്ക് ചെയിൻ ലൂവ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കയറി വന്നപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമുണ്ട്, എന്നാൽ ഒരു ചെയിൻ ലൂവ് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ചെയിൻ ലൂവ് നമുക്ക് അത്യാവശ്യ ഘടകമായതുകൊണ്ട് അത് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, വണ്ടി ഒന്ന് ഇറങ്ങട്ടെ. നമ്മളങ്ങനെ ഗിളുകളൊക്കെ പിടിച്ച് കയറി മെയിൻ റോഡിലോട്ട് വന്നിരിക്കുകയാണ്. ഈ മരം കണ്ടിട്ടാണ് വഴി തിരിച്ചു വിട്ടത്. പക്ഷേ ഈ മരം ഇതുവരെ കാണാൻ പറ്റിയില്ല വേറെ റോഡുകളിലൊന്നും. ഇവിടെ നോക്കിയപ്പോൾ ഒരു മരമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ MG റോഡിലോട്ടാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും മാറി ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പോൾ MG റോഡിലോട്ടാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്.
MG റോഡിലാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ളത്. ബ്രാൻഡഡ് സാധനങ്ങളുടെ എല്ലാം ഷോപ്പുകളെല്ലാം ഏറ്റവും കൂടുതൽ MG റോഡ് പരിസര പ്രദേശങ്ങളിലുമാണ്. എനിക്കൊന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് ഈ മുകളിലുള്ള ഇവിടെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ. രാത്രി നല്ല ഭംഗിയായിരിക്കും MG റോഡ് കാണാൻ. ചർച്ച് സ്ട്രീറ്റ് കൈ ഇൻഡിക്കേറ്റർ ഞാൻ എടുത്തോളാം. ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചർച്ച് സ്ട്രീറ്റിലോട്ട് വന്നായിരുന്നു. രാവിലെ ചർച്ച് സ്ട്രീറ്റ് പോകണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ അവിചാരിതമായിട്ട് വന്നു കയറിയിരിക്കുകയാണ്. MG റോഡിൻ്റെ ഉള്ളിലോട്ട് കയറുന്നിടത്ത് തന്നെയാണ് ചർച്ച് സ്ട്രീറ്റ് ഉള്ളത്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഈ ചർച്ച് സ്ട്രീറ്റിലാണ്. അധികം വാഹന തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നടക്കാൻ ഇറങ്ങുന്ന പർച്ചേസിങ് ഇറങ്ങുന്ന ഒരു മെയിൻ ഏരിയകളാണ്. എനിക്ക് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആക്റ്റീവ് ആയിരിക്കും. കാരണം MG റോഡിലെ ആ സൈഡിലുള്ള റോഡിലൊക്കെ മുകളിൽ ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ റോഡ് നല്ല മനോഹരമായ റോഡാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് വളരെ ഫുട്പാത്തായാലും നല്ല മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നത് ചർച്ച് സ്ട്രീറ്റാണ്. ഈ സമയത്ത് വലിയ വാഹന തിരക്കോ ഒന്നും ചർച്ച് സ്ട്രീറ്റിലില്ല. എനിക്കൊന്നും അധികം വാഹനങ്ങൾ കയറി പോകുന്ന ഇടവും കൂടി അല്ലെന്ന് തോന്നുന്നു. MG റോഡിന് നേരെ പാരലായിട്ട് തന്നെയാണ് ചർച്ച് സ്ട്രീറ്റ് ഉള്ളത്. ഫുട്പാത്തും റോഡും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയയുണ്ട്. ബർഗർ മറൈൻ ക്ലെയർ. ഇതാണ് ശോഭ സിറ്റി മാൾ. ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഹെൽമെറ്റ് തലേന്ന് അങ്ങോട്ട് മാറ്റിയപ്പോൾ എന്താ സുഖം. ഇല്ല പോടാ സോറി ക്ലിയറായിട്ട് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൻ്റെ ഒരു നല്ല ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസാണ് ബാംഗ്ലൂരിൽ. ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ കിടന്ന് പറക്കുന്നുണ്ട്. നാഷണൽ ഫ്ലാഗ് പാർക്കാണ്. അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഇത് കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ സാധനം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫ്ലോറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് മരങ്ങളാണ്. എല്ലായിടത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ മരങ്ങൾ വെച്ച് പിടിച്ചിട്ട് തന്നെ നല്ല തണലുമാണ്. ചൂട് വലിയ ചൂടും നമുക്കറിയുന്നുണ്ട്. വലിയൊരു ഷോറൂമാണ് ഈ മഹേന്ദ്ര റൈസ് കൗ. ഇതൊക്കെ വാഹനങ്ങളുടെ ഷോറൂമുകളുടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റോഡ് ഏതാണ്? കറക്റ്റ് റോഡ് കിട്ടുന്നില്ല. കറക്റ്റ് റോഡിൻ്റെ പേര് കിട്ടിയതാണ്. റോഡിൻ്റെ പേരുണ്ട്. ലാവ്ലി റോഡ്. BMW ഷോറൂം. വണ്ടികളുടെ കോർണർ ഹൗസ്. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ നിർത്താ. നമ്മൾ ആ ഒരു സർക്കിൾ റൗണ്ട് ചെയ്ത് വന്നില്ലേ? പാർക്കാണല്ലോ. ഇതാണ് നാഷണൽ ഫ്ലാഗ് പാർക്ക്. നാഷണൽ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഒരു സർക്കിൾ റൗണ്ട് ചെയ്ത് വന്നാണ്. ആ ഒരു സർക്കിൾ നമ്മൾ റൗണ്ട് ചെയ്ത് വന്നാണ് ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്.
വെള്ളം കുടിക്കുക എന്നായിരുന്നു മെയിൻ ലക്ഷ്യം. കയറുന്നതിന് പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് കോർണർ ഹൗസിലോട്ട്. ശ്രീരാജ് ലസ്സി. ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച്, ലൈം ജ്യൂസൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറി ചെറു റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങുകയാണ് ലാൽബാഗിലേക്ക്. ലാൽബാഗിലോട്ടാണ് പോകുന്നത്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ 1 hour 20 രൂപ വെച്ചാണ് 2 വീലേഴ്സിന്. അപ്പം അതിൻ്റെ ലാൽബാഗിലെ വിശേഷങ്ങൾ തേടി മുന്നോട്ട് പോകാം. ATM ഉണ്ടായിരുന്നു പൈസ എടുക്കാൻ. ഇതാ ATM. പാർക്കിംഗ് ഇല്ല. ലോക്കൽ ഹെഡ് ഓഫീസ് ബാംഗ്ലൂർ. ലാൽബാഗിലോട്ടുള്ള റോഡിലാണ് നമ്മൾ. ഇവിടുന്ന് 2.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ ലാൽബാഗിലോട്ടൊക്കെ. ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ നടന്നു പോകാനും ഒക്കെ നല്ല സൗകര്യമാണ്. ഇവിടെ നോക്കിയാൽ ഈ എല്ലാ ഓട്ടോസുകളിലും മാപ്പൊക്കെ ഇട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. കാരണം മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ഇവർക്ക് ഒരുപാട് ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അങ്ങനെ ട്രാവൽ ചെയ്യുന്നവരും, അല്ലാതെ എനിക്കൊന്നും ആപ്പ് വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഊബർ പോണക്ക് എല്ലാ ഓട്ടോറിക്ഷക്കാരും ഗൂഗിൾ മാപ്പൊക്കെ ഓൺ ചെയ്ത് ഒക്കെയാണ് ട്രിപ്പൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്ത് നോക്കിയത് മിക്ക ഓട്ടോകളും ഏകദേശം 90%, ഞങ്ങളുടെ 90% ഓട്ടോസുകളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല, ഗ്രാമപ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട്. BMTC, ബാംഗ്ലൂർ മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരിക്കും. ഞാൻ തന്നെ പറഞ്ഞതാണ്. അല്ല, മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ. ഈ മതിലിനകത്തുള്ളതാണ് ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ. നമുക്ക് ലാൽബാഗിലോട്ട് ശേഷം നമ്മുടെ മാപ്പ് കാണിച്ചത് കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. പക്ഷേ അവിടെ മെയിൻ ഗേറ്റ് കണ്ടായിരുന്നു. ഇനി അറിയില്ല ഇവിടെ നിന്നായിരിക്കും എൻട്രി വല്ലോ. അങ്ങോട്ട് കയറി വെക്കടാ. പെണ്ണുങ്ങളെല്ലാം വെച്ചേക്കണേ സ്റ്റാഫായിട്ടോ. ഫ്രണ്ട് വെച്ചാൽ അവിടെ താങ്കളുണ്ടായിരുന്നല്ലോ. നമ്മൾ ലാൽബാഗിലെത്തിയിരിക്കുകയാണ്. എൻട്രി ഫീ ഉണ്ട്. അഡൾട്ടിന് 30, ചിൽഡ്രൻസിന് 10. ഇച്ചിരി അകത്തോട്ട് കയറ്റി വെക്കടാ താങ്കളത്തോട്ട്. അവിടെ വെയിൽ വരും. അവിടെ വെയിൽ വരും. വരുമ്പോഴത്തേക്കും ചൂടാവും. സീറ്റ് നല്ല ചൂടാവും. ഇങ്ങോട്ട്